നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയെടുത്തു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം രണ്ട് പേരുകളാണ് മുഴങ്ങി കേൾക്കുന്നത്, പ്രവീണും പ്രണവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, 10-40 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിലെ സന്തോഷകരമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും, പിന്നെ ഇവരുടേതായിട്ടുള്ള ചലഞ്ച് വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ്, ഇവരുടെ വീട്ടിലെല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് സെറ്റപ്പായിട്ട് ഡാൻസും കളിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിലേക്ക് പെട്ടെന്ന് ബാക്കി എല്ലാവരും മിസ്സിങ്ങും രണ്ടുപേരും മാത്രമായിട്ടുള്ള വീഡിയോസ് മാത്രം വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആളുകൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങി, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ എല്ലാ വീട്ടുകാരും അയ്യോ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഇടയിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് ആരും വന്ന് പറയുന്നുമില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൻറ്റ് ബോക്സിലാണ് നിറച്ചും ഓരോരോ ഇഷ്യൂസ് ഓരോരുത്തർ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതായിരിക്കും ഇഷ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരായിട്ട് ആരും വന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന പ്രവീണിൻ്റെ രണ്ടുപേരാണല്ലോ, പ്രവീണും പ്രണവും, ഏട്ടനും അനിയനുമാണ്. അപ്പോൾ ഏട്ടനൊരു ഭാര്യയുണ്ട്, മൃദുല എന്ന് പറഞ്ഞിട്ട്. അപ്പം മൃദുലേൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നല്ല കുഞ്ഞു വാവേനെല്ലാം കിട്ടി. ഇവർ ആ സമയത്ത് പ്രവീൺ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രവീണമായിരുന്നു ഈ പറയുന്ന ഡെലിവറി സമയത്തെല്ലാം ഓടി നടന്നത്. അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര ഡൗട്ടായി, എന്താണ് ഇങ്ങനെയല്ലല്ലോ ഈ വീട്ടിൽ സംഭവങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണല്ലോ ഇവർ, പിന്നെ എവിടെ പോയി ഇവർ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആളുകൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി വന്നു, കുട്ടീൻ്റെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ചു. നാട്ടുകാർക്ക് വീണ്ടും ഡൗട്ട്, എന്താണ് ഇവർ വരാത്തത്. അങ്ങനെ ഒടുവിൽ ഈ പറയുന്ന പ്രവീണിന് വന്ന് ആ സത്യം നമ്മളോട് പറയേണ്ടി വന്നു. അതായത് എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം പ്രവീണും മൃദുലയും വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും പ്രവീണിനെയും മൃദുലേനെയും ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൂട്ടത്തിൽ നിർത്തി. അതായത് നിങ്ങൾ നമ്മുടെ മക്കളാണ്, ഒരു അച്ഛനും അമ്മയും ഒരു അനിയനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്തത്, അത് വളരെ മോശമായിപ്പോയി, എന്താണ് നിങ്ങളെ ഇറക്കി വിട്ടത്, നിങ്ങൾക്ക് അഡ്രസ്സ് ഇല്ല. അതായത് ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ പ്രവീൺ പറയുന്നു, എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു അഡ്രസ്സ് പോലും ഇല്ല. കാരണം അത്രത്തോളമുള്ള പ്രശ്നങ്ങളാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നതെന്നുള്ളതാണ് പ്രവീൺ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഈ 10-28 ലക്ഷത്തോളം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് ആകെ ഇമോഷണലായി. എന്താണ് പ്രവീണിനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റപ്പെടുത്തിയത്, പ്രവീണ് ഒരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി, എന്താണ് പ്രവീണിൻ്റെ കൂടെ നിങ്ങളാരും നിൽക്കാത്തതെന്നെല്ലാം പറഞ്ഞ് വീട്ടുകാരെ ചീത്ത. അങ്ങനെ വീട്ടുകാരെ ചീത്തയെല്ലാം പറഞ്ഞ് വായിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിന് മറുപടിയുമായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ഇന്നലെ അനിയനായിട്ടുള്ള പ്രണവ് കൊച്ചു അച്ഛനും അമ്മയും വന്നത്. അപ്പം നിമിഷ നേരം കൊണ്ട് ആളുകളെല്ലാം ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോയിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രവീൺ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ, അതൊരിക്കലും മാറത്തില്ല, അതങ്ങനായിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അവ എന്റെ അടുത്ത് ചെയ്തത് നല്ലതല്ല, ഞാൻ ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവ എന്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല, പക്ഷെ ഞാൻ വിടും. അപ്പോൾ പ്രണവിന് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇതാണ് സംഭവം. അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഇവനെ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നുള്ളതാണ് ഇപ്പം പ്രണവ് എന്ന് പറയുന്നത്. പ്രണവ് മാത്രമല്ല, അച്ഛനും അമ്മയും കൂടെ വന്ന് പറയുന്നത്. കാരണം ഇവരുടെ ഇടയിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, പ്രശ്നമില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഇത്രയും നാളും നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ മലയാളികളെല്ലാം ഒന്നടങ്കം വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കുടുംബം ഇവരുടെ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ചും ഇതേപോലെ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരുന്നു. പെട്ടെന്ന് ഇവർ തമ്മിൽ തെറ്റിയെന്നൊക്കെ അറിഞ്ഞപ്പം ആളുകൾക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ ഇപ്പം വന്നിട്ട് പ്രവീൺ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഇതാ പ്രണവ് വന്നിട്ട് പറയുകയാണ്,
പ്രശ്നമുണ്ട്. പക്ഷേ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അനിയനും പറയുന്നത്. ഇപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരവരുടെ വീഡിയോസിൽ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും തലേ ദിവസം വരെ പ്രവീണിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയ ആളുകൾ ടിഷ്യൂ ഇന്നലത്തെ ഈ പ്രണവിൻ്റെ വീഡിയോയ്ക്ക് ശേഷം പ്രവീണിനെ എടുത്ത് ഇട്ടു. പ്രവീണിനെയും മൃദുലേനെയും ഇവർ കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ടുള്ള മൃദുല എന്ന് പറയുന്ന പെൺകുട്ടീനെയാണ് കമൻറ്റ് ബോക്സ് നിറച്ചും ചീത്ത വിളിക്കുന്നത്. പക്ഷേ ഈ അച്ഛനോ അമ്മയോ ഈ അനിയനോ ഈ പറയുന്ന മൃദുലേനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരുടെ ഇടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും അവർ നമ്മളോട് പറയുന്നില്ല. പ്രണവിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രണവും പ്രവീണും തമ്മിൽ എന്തോ പ്രശ്നം. അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ളവർ ഇടപെട്ടിട്ടുള്ളത്. അച്ഛനും അമ്മയും അടുത്തിരിക്കുമ്പോൾ തന്നെ പ്രണവ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രവീണിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അതൊക്കെ അവരുടെ കുടുംബ പ്രശ്നമാണ്. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാട്ടോ നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ അടിയുണ്ടാക്കുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ ചിലപ്പം വഴക്കുണ്ടാക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ പറഞ്ഞ് തീർത്ത് സെറ്റാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഇടുമ്പോഴാണല്ലോ നമ്മളെപ്പോലുള്ളവരെല്ലാം വന്നിട്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കുന്നത്. പ്രണവ് പറഞ്ഞ ആ ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ മൃദുല ഈ ഒരു കേസിലേ ഇല്ല. പക്ഷേ ഈ ഒരു കമൻറ്റ് ബോക്സ് നിറച്ചുണ്ടല്ലോ ഇത് തന്നെ. ഒരു പെൺകുട്ടി കയറി വന്നപ്പോഴത്തേക്കും വീട് നശിപ്പിച്ച് എന്തൊക്കെയാണ് പറയുന്നത്. ആ വീട്ടിൽ എന്താ നടന്നതെന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ടാണ് പറയുന്നത് പെണ്ണ് വന്നു, പെണ്ണ് കല്യാണ മന്ത്രം കൊടുത്ത് എന്തൊക്കെയാണ്. എവിടെയെങ്കിലും ഒരു ഗാർഹിക പീഡനത്തെക്കുറിച്ചൊരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം എല്ലാവരും ഈ പറയുന്ന പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പോഴത്തേക്കും 2 പേരും വന്നിട്ട് 2 വീഡിയോ ഇട്ട് ആ വീഡിയോൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് ഈ പറയുന്ന മൃദുലയ്ക്കുള്ള തെറിവിളി. മൃദുല എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ളത് മൃദുലയ്ക്ക് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ചിലപ്പം അവർ ഈ ഒരു കേസിലേ ഇല്ലായിരിക്കും. ഇതിപ്പോൾ 2 പേരും ആദ്യം പ്രവീൺ ഒരു വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി നേരെ പോയി പ്രണവിനെയും അച്ഛനെയും അമ്മേനെയും ചീത്ത വിളിച്ച്. അപ്പോഴത്തേക്ക് ഇവരൊരു തിരിച്ചൊരു വീഡിയോ ഇട്ട് അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പോയിട്ട് പ്രവീണിനെയും മൃദുലേനെയും ചീത്ത വിളിക്കുന്നു. ഇതാണ് സോഷ്യൽ മീഡിയേൻ്റെ പ്രശ്നം. ഇതാണ് സോഷ്യൽ മീഡിയയിലേക്ക് വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം ഇട്ടുകൊടുത്താൽ ആദ്യം ആര് വീഡിയോ ഇടുന്നു അയാളെ ആദ്യം കുറേ പേര് സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആര് വീഡിയോ ഇടുന്നു അയാളെ കുറേ പേര് വന്നിട്ട് സപ്പോർട്ട് ചെയ്യും. ഇത് മൊത്തത്തിൽ ആദ്യം ഇട്ട ആൾക്കും തെറിയിട്ടും രണ്ടാമത് ഇട്ട ആൾക്കും തെറിയിട്ടും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന അച്ഛനും അമ്മയ്ക്കും ഈ പറയുന്ന മൃദുലയ്ക്കും അവർക്കും കിട്ടും ചെറിയ ഗ്യാപ്പിൽ ചീത്തവിളി. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരെന്തായാലും ഒന്നിക്കും. ഇവരെന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന പ്രശ്നമല്ലേ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലേ ഓരോ ഇഷ്യൂസ്. അപ്പോൾ വീട്ടിൽ നടക്കുന്ന പ്രശ്നം എന്തായാലും പറഞ്ഞ് സോൾവ് ചെയ്യുന്നുള്ള കാര്യം 100% ഷുവറാണ്. പിന്നെ ഇവർ വിഷമിക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഈ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ വീഡിയോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇടാണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നീട് ഇവർ വിഷമിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവരെ റോൾ മോഡലാക്കി അല്ലെങ്കിൽ ഇവർ നല്ലൊരു കുടുംബമാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും നടന്നു. അതെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും ഈ ഒരു വിശ്വാസം ആളുകളുടെ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഇവർ ഒന്നിച്ച് വന്നാൽ തന്നെ ഇവർ വലതും മെനഞ്ഞുണ്ടാക്കും. പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അനിയൻ വേറൊരു ചാനൽ തുടങ്ങി. അപ്പോൾ ഇനി ഇവർ ഒന്നായാൽ തന്നെ ആളുകൾ പറഞ്ഞുണ്ടാക്കും അവർ യൂട്യൂബ് ചാനൽ സെറ്റാക്കാൻ വേണ്ടി രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉടക്ക് അഭിനയിച്ചതെന്ന് പറയും. പണ്ട് മല്ലു ഫാമിലിയിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് സെറ്റാക്കി എടുത്തില്ലേ, അതേപോലെ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വീണ്ടും ഒന്നായിട്ട് വന്നു കഴിയുമ്പം ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ വീണ്ടും വരെ ചീത്ത പറയും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെയായിരിക്കും. പിന്നെ കണ്ടാ, ഇതാണ് പോയിന്റ്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും അവൻ എൻ്റെ ചേട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ്. ഈ ഒരൊറ്റ വാക്യം മതി, അവിടെ പ്രശ്നം സോൾവ്ഡ്. ഇനി എന്താണ് വേണ്ടത്? ഇനി ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇനി അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഇഷ്യൂ അത് തീർന്ന്. ഇപ്പം പ്രണവ് പറഞ്ഞ് അവൻ എൻ്റെ ചേട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ അനിയനാവുന്ന സമയത്ത് അടിയുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അത് അവർ തന്നെ അങ്ങനെ തീർക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വേറെ ആളുകളെ കൊണ്ടുവരാനും അല്ലെങ്കിൽ അവൾ കാരണമാണ് പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ ഇവൻ കാരണമാണ് പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്തിനാണ്? നമുക്കെന്താ വേണ്ടത്? ഇവരുടെ ആ പഴയ ഒരു വൈബ് അവർ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഇട്ട്
സെറ്റപ്പായി സന്തോഷത്തോടു കൂടി വീഡിയോ ഇടുന്നതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയും പെട്ടെന്നൊന്ന് സെറ്റാവുക, നിങ്ങൾ പറഞ്ഞ് തീർക്ക്, നിങ്ങൾ അടിയെല്ലാം പറഞ്ഞ് തീർക്ക്, എന്നിട്ട് പഴയ പോലെ വൈബിൽ വാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതിന്. എങ്കിൽ വെറുതെ ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പെൺകുട്ടീനെ ഇപ്പം ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേനും അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും. പിന്നെ ആ കുഞ്ഞിനെ പറയുന്നു, കുഞ്ഞുണ്ടായതുകൊണ്ടാണ്. ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം അവർ സോൾവ് ആക്കുന്നത്. കാരണം ഈ പറയുന്ന പ്രണവിനാണെങ്കിലും ചേട്ടനാണെന്നുള്ള ബോധമുണ്ട്. ഇനി പ്രവീണിനും കൂടി ആ ബോധം ഉണ്ടായാൽ മതി. ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ആ ബോധമായിട്ടായിരിക്കും പ്രവീൺ വരുന്നുണ്ടാവുക. അവൻ എൻ്റെ അനിയനാണ്, ഞാൻ എൻ്റെ ചേട്ടനാണെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ പ്രവീൺ വരും. അപ്പോൾ ഇവർ തമ്മിൽ സെറ്റായി. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം? പിന്നെ ഒരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പലതും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എഴുതാപ്പുറം വായിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്തായാലും ഇവർ എത്രയും പെട്ടെന്ന് ഒന്നാവട്ടെ. ഒന്നായിട്ടുള്ള വീഡിയോ കാണാനാണ് രസം. അല്ലാണ്ട് 2 ചാനലിൽ 2 പേര് അതൊരു രസമില്ലാന്ന്. കാരണം ഇപ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞുവാവയെല്ലാം വന്ന് പിന്നെ ഇവർ ഫാമിലി ആയിട്ടൊക്കെ ആ കുഞ്ഞുവാവനെ കളിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ വരുമ്പം അടിപൊളിയായിരിക്കും. അപ്പം ഏതായാലും ഇവർ എത്രയും പെട്ടെന്ന് ഒന്നായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ അവർ സെറ്റായിട്ട് വീണ്ടും പഴയ ആ ഒരു വൈബിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.